ഉള്ളൊഴുക്ക് ഉള്ളിലേക്ക് എന്നൊരു സിനിമയാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഉള്ളിലേക്കാനൊക്കെ ഈയിടെയായി ഇത്തിരി മടിയായതുകൊണ്ട് അത് കാണണോ വേണ്ടയോ എന്ന് തോന്നൽ വന്നു. ഉള്ളിലേക്ക് എന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് ഇടയ്ക്കിടെ വാർത്തകളിലൂടെ അറിയുന്നത് കൊണ്ടാകാം അങ്ങനെ. എന്തായാലും ഉർവശി, പാർവതി എന്നിവർ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ കാണാതിരിക്കാനും വയ്യ. അങ്ങനെ കണ്ടു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം രണ്ട് രീതിയിൽ വായിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് എന്നതാണ്. കട്ട നെഗറ്റീവ്സിലെ ഉള്ളിലേക്ക് എന്ന പോസിറ്റീവുകൾ കടഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സിനിമ. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. കട്ട നെഗറ്റീവ്സ് എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഓരോ കഥാപാത്രത്തെയും നോക്കാം. ഹസ്ബൻഡ് കൂടെയുള്ളപ്പോൾ മുൻ കാമുകനിൽ നിന്നും ഗർഭിണിയാകുന്ന അഞ്ജു എന്ന കഥാപാത്രം ഒറ്റ നോട്ടത്തിൽ നെഗറ്റീവ് ഷെയ്ഡാണ്. ഈ ലീലാമ്മയെ എടുത്താൽ സ്വന്തം മകന്റെ രോഗവിവരം മറച്ചുവെച്ച് ഒരു പെൺകുട്ടിയെ ചതിച്ചത് വളരെ മോശം കാര്യമാണ്. അഞ്ജുവിന്റെ അച്ഛനെ എടുത്താൽ മകൾക്ക് ഇഷ്ടമുള്ള വിവാഹം നടത്താതെ പിടിച്ച പിടിയാൽ വേറൊരുത്തിനെ കൊണ്ട് കെട്ടിക്കുന്നത് നെഗറ്റീവാണ്. അഞ്ജുവിന്റെ അമ്മ മകളുടെ ഭർത്താവാകാൻ പോകുന്നവന്റെ രോഗവിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും അത് മറച്ചു വെക്കുന്നത് കട്ട നെഗറ്റീവാണ്. ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രം അഞ്ജുവിന്റെ കാമുകനാണ്. പല സന്ദർഭങ്ങളിലും നന്മ നിറഞ്ഞ കാമുകൻ പതുക്കെയാണ് തന്റെ നെഗറ്റീവ് ഷെയ്ഡ് പുറത്തു കാണിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളും അവരവരുടേതായ തെറ്റുകുറ്റങ്ങളുമുള്ള ഒരു കഥ വളരെ സ്വാഭാവികമായി അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക്. ലൈസ് വിൽ റൗണ്ട്, സീക്രട്സ് വിൽ സർഫേസ് എന്നായിരുന്നു ഈ സിനിമയുടെ പോസ്റ്ററിലെ ടാഗ് ലൈൻ. അത് വളരെ അട്രാക്റ്റീവും ഈ സിനിമയുടെ ഏറ്റവും യോജിച്ചു നിൽക്കുന്ന ഒന്നുമാണ്. കുട്ടനാട്ടിലെ ഒരു വീട്ടിൽ ഒരു മരണം നടക്കുന്നതും വെള്ളപ്പൊക്കം കാരണം ശവമടക്ക് നടത്താൻ വൈകുന്നതും ആ സമയത്ത് വീട്ടിലെ അംഗങ്ങളുടെ പല രഹസ്യങ്ങളും പുറത്താകുന്നതും വെള്ളപ്പൊക്കത്തിൽ വേണ്ടാത്ത പലതും കരക്കടിയുന്ന പോലെ അത്രയും ഗംഭീരമായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. തന്റെ കുടുംബത്തിന്റെ പേരിൽ അഭിമാനിക്കുന്ന ലീലാമ്മ എന്ന കഥാപാത്രം തന്നെയാണ് സിനിമയുടെ കാതൽ. പല സ്ത്രീകളെയും പോലെ പേഴ്സണലായ പല നഷ്ടങ്ങളെയും കുടുംബം എന്നൊരു സങ്കല്പത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചതിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നയാളാണ് ലീലാമ്മ. ലീലാമ്മയുടെ കുടുംബം ലീലാമ്മ കരുതുന്ന പോലെ അത്ര സന്തുഷ്ടമായ പിക്ചർ പെർഫെക്റ്റ് കുടുംബമായിരുന്നില്ല എന്ന് മരുമകൾ വ്യക്തമാക്കുമ്പോൾ ദൈവത്തിന് തന്റെ കുടുംബത്തോട് അസൂയയാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്ന ലീലാമ്മയ്ക്ക് മറുപടി ഇല്ലാതാകുന്നുണ്ട്. ലീലാമ്മയും അഞ്ജുവും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ സിനിമകളിൽ കാണും പോലെയുള്ള ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മ മരുമകൾ ടൈപ്പ് കോൺവെർസേഷൻ അല്ല. മറിച്ച് രണ്ട് സ്ത്രീകൾ തങ്ങളുടെ സംസാരത്തിലൂടെ പരസ്പരം തിരിച്ചറിയുകയാണ് അവിടെ. പല മാനസിക തലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് സിനിമയിലെ ലീലാമ്മ. മകനോടുള്ള വാത്സല്യം, മരുമകളോടുള്ള മറച്ചുവെക്കൽ, അനിയത്തിയെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം, കുടുംബ മഹിമയെക്കുറിച്ചുള്ള പ്രൈഡ്, മകന്റെ മകൻ വരുന്നു എന്നറിയുമ്പോഴുള്ള ആശ്വാസം, സന്തോഷം, മരുമകൾക്ക് വേണ്ടി മകളോട് വാദിക്കുന്ന ഭാഗത്തെ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന സ്ത്രീ, മകൻ നഷ്ടപ്പെട്ട ദുഃഖം, അങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് ഈ കഥാപാത്രം സഞ്ചരിക്കുന്നുണ്ട്. മകൻ നഷ്ടപ്പെട്ടതിന്റെ അഗാധ ദുഃഖത്തിൽ നിന്നും തനിക്ക് പേരക്കുട്ടി ഉണ്ടാകുമല്ലോ മകന് പകരം എന്ന സന്തോഷത്തിലേക്കുള്ള ട്രാൻസിഷൻ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് സിനിമയിൽ. വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ഒരു ഭാഗം, അത് കഴിഞ്ഞ് പേരക്കുട്ടിയെ സ്വീകരിക്കാൻ കാണിക്കുന്ന ആ തിടുക്കം, അത് തന്റെ പേരക്കുട്ടിയല്ല എന്ന് തിരിച്ചറിയുന്ന ഭാഗം സിനിമയിലെ ഏറ്റവും ഉള്ളിലേക്കുന്ന ഒരു പോർഷനാണിത്. കുടുംബം, സ്വന്തം മകൻ, സ്വന്തം മകന്റെ കുട്ടി എന്നൊരു സങ്കല്പത്തിൽ നിന്നും മാറി മറ്റൊരു തരത്തിൽ കുടുംബത്തെ റീഡിഫൈൻ ചെയ്യാനാണ് ലീലാമ്മ ശ്രമിക്കുന്നത്. മകന്റെ ഭാര്യയ്ക്ക് വേറൊരാളിൽ ഉണ്ടായ കുട്ടി, ഇവരൊക്കെ സ്വന്തമാണെന്ന് കരുതാനും അതൊരു കുടുംബമായി ഉൾക്കൊള്ളാനും ലീലാമ്മ ശ്രമിക്കുകയാണ്. ഒടുക്കം സിനിമ ആ ഒരു രീതിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അഭിമാനം തോന്നിപ്പിക്കുന്ന കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും സ്നേഹം, പരസ്പരം താങ്ങാവൽ, ഇതൊക്കെയുള്ള മറ്റൊരു കുടുംബം പടുത്തുയർത്തപ്പെടുന്നു. ലീലാമ്മ എന്ന കഥാപാത്രത്തിന്റെ ഒരു പൂർണ്ണത നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. ഇനി അഞ്ജുവിലേക്ക് വരാം. മരിച്ചു കിടക്കുന്ന ഭർത്താവിനോട് അഞ്ജു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ചു, നിങ്ങൾ എന്റെ തെറ്റുകളും ക്ഷമിച്ചു തരണമെന്ന്. അമ്മായിയമ്മയോടും അഞ്ജു പറയുന്നുണ്ട്, കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിവൃത്തികേട് കൊണ്ടാണ് ക്ഷമിച്ചു തരണമെന്ന്. രോഗിയായ ഭർത്താവുള്ളപ്പോഴും മുൻ കാമുകനൊപ്പം കറങ്ങുന്ന, അയാളിൽ നിന്ന് ഗർഭിണിയാകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ഇതിൽ പാർവതി ചെയ്തിരിക്കുന്നത്. രോഗിയല്ലാതിരുന്ന സമയത്തെ ഭർത്താവും ഒന്നിച്ചുള്ള ജീവിതം ഒരു കിടപ്പറ രംഗം അഥവാ ഇന്റിമേറ്റ് സീനിലൂടെ മാത്രമാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നീട് അയാൾ എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് പോലും ഇല്ല എന്ന് അമ്മായിയമ്മയോട് പറയുന്ന ഒരു രംഗവുമുണ്ട്. ഇതിൽ നിന്നും അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എത്തരത്തിലുള്ളതായിരുന്നു, അഞ്ജുവിന്റെ മനസ്സിൽ ഓരോ സമയത്തും എന്തൊക്കെ ചിന്തകളാണ് എന്നൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് ഊഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ അഞ്ജു എന്ന കഥാപാത്രം പൂർണ്ണമായും എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ അഞ്ജുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് സിനിമ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം രോഗിയായ ഭർത്താവിനെ സിമ്പതിയോടെയാണ് സിനിമ നോക്കിക്കാണുന്നതും. ഭർത്താവിന്റെ കുടുംബത്തെ ചതിക്കുന്നതിൽ കുറ്റബോധമുള്ള, എന്നാൽ തനിക്ക് തന്റെ ജീവിതം നിഷേധിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ പലരോടും ദേഷ്യമുള്ള, അതേസമയം വയ്യാതെ കിടക്കുന്ന ഭർത്താവിനെ നന്നായി പരിചരിക്കുന്ന, അമ്മായിയമ്മയെ സ്നേഹിക്കുന്ന, ആശ്വാസത്തിനു വേണ്ടി കാമുകനിൽ അഭയം പ്രാപിക്കുന്ന ഒരു കഥാപാത്രമാണ് അഞ്ജു. ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ തനിക്കാകുമോ എന്ന് സംവിധായകൻ കഥ പറയുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു എന്ന് പാർവതി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ആ കഥാപാത്രത്തോട് മാക്സിമം നീതി പുലർത്തി തന്നെയാണ് പാർവതി അത് ചെയ്തിരിക്കുന്നത്. ഉർവശിയുടെ കഥാപാത്രത്തിന്റെ അത്രയും എക്സ്പ്ലിസിറ്റ് ആയി മാനസിക തലങ്ങൾ ഇല്ലെങ്കിൽ പോലും സങ്കീർണമായ മാനസിക വ്യതകളിലൂടെ ആ കഥാപാത്രം പോകുന്നത് വിശ്വസനീയമായ രീതിയിൽ പാർവതി ഗംഭീരമാക്കിയിട്ടുണ്ട്. അഞ്ജുവിന്റെ കാമുകൻ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ്. തുടക്കം മുതൽ നല്ലവനായി നിൽക്കുമ്പോഴും ചുറ്റും നിന്നുമുള്ള ചില കമന്റുകൾ അയാളുടെ മനസ്സിനെ ബാധിക്കുന്നത് സട്ടിലായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒടുക്കം വായിൽ നിന്നും വന്ന ആ ഒരു വാക്കിൽ നിന്നും അഞ്ജു തിരിച്ചറിയുകയാണ് നല്ലൊരു ജീവിതം അവന്റെ കൂടെ മുന്നോട്ട് സാധ്യമല്ല എന്ന്. ക്ലൈമാക്സ് അങ്ങനെ ആക്കാൻ വേണ്ടി പെട്ടെന്ന് ദുഷ്ടനാക്കിയ ഒരു കഥാപാത്രത്തെ പോലെയല്ല അയാളെ എനിക്ക് ഫീൽ ചെയ്തത്. ആ വാക്കുകൾ അപ്പോഴത്തെ ദേഷ്യത്തിന് വന്നതാണെങ്കിലും അത് അയാളെ ഡിഫൈൻ ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഒരാളുടെ സ്വഭാവത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉള്ളിലേക്ക് എന്ന സിനിമയാണെങ്കിലും
ഉള്ളൊഴുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ്, വെള്ളപ്പൊക്കവും ആ വീടും പരിസരവും ഒക്കെ കാണിച്ച രീതി, ഡയലോഗ്സ് എല്ലാം ഗംഭീരം. മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇവിടെ തന്നെയുണ്ട് എന്ന് വീണ്ടും അടിവരയിട്ട് പറയുന്ന മറ്റൊരു ഉഗ്രൻ സിനിമ അതുകൂടിയാണ് ഉള്ളൊഴുക്ക്. എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.